കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9, തിരുവചനങ്ങൾ 1 മുതൽ. അക്കാലത്ത് യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുൾ ചെയ്തു, മകനെ, ധൈര്യത്തോടെ ഇരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറയുന്നു. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നതെന്ത്? ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത്. അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ ശയ്യയുമെടുത്ത് വീട്ടിലേക്ക് പോവുക. അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ഇത് കണ്ട് ജനക്കൂട്ടം ഭയചകിതരായി മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവസന്നിധിയിലായിരിക്കുന്ന നമ്മളെല്ലാവരും മാമോദീസായിലൂടെ ദൈവമക്കളായിട്ട് വിളിക്കപ്പെട്ട, ഉയർത്തപ്പെട്ട നമുക്കെല്ലാവർക്കും ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. നമുക്കെല്ലാവർക്കും ഒരു വ്യക്തിത്വമുണ്ട്. നമുക്കെല്ലാവർക്കും നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു നിലയും നിലപാടുമുണ്ട്. ഇന്നത്തെ ആദ്യ വായനയിൽ സ്വന്തം വിളിയും നിലയും മറന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി നമ്മൾ കാണുന്നുണ്ട്. ബഥേലിലെ പുരോഹിതനായ അമാസിയ. ആമോസിൻ്റെ പ്രവചനം അമാസിയയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ആമോസ് വളരെ ശക്തമായി കർത്താവിൻ്റെ വചനങ്ങൾ പ്രവചിച്ച് പറഞ്ഞു, ജെറോബോവാം വാളിനിരയാകും, ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകും. തൻ്റെ വിളി മറന്ന് പുരോഹിതനാകാൻ വിളിക്കപ്പെട്ട, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവത്തിനും ദൈവജനത്തിനും ശുശ്രൂഷ ചെയ്യുവാനും വിളിക്കപ്പെട്ട ആ വ്യക്തി രാജാവിനും അതോടൊപ്പം തന്നെ രാജാവിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്കും സ്വത്തിനുമൊക്കെ വേണ്ടി നിലകൊണ്ടുകൊണ്ട് സ്വന്തം നിലപാട് മറന്ന് പ്രവർത്തിക്കുകയാണ്. പലപ്പോഴും പ്രിയമുള്ളവരെ, അമാസിയുടെ സ്ഥാനത്ത് നമ്മളെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മളെല്ലാവരും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി, ഒരു വ്യക്തിത്വമുണ്ട്. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നൊരു വിളിയുണ്ട്. പൗലോസ് ലേഖ എഫെസോസ് 4:1 പറയുന്നത് പോലെ, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. നമ്മൾ അനുദിന ജീവിതത്തിലെ ഓരോരോ പരിപാടികളിലൂടെ, ഓരോ കാര്യക്രമങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: ഞാൻ എൻ്റെ നിലയ്ക്കും വിളിക്കും യോജിച്ച രീതിയിൽ നിലകൊള്ളുന്നുണ്ടോ? ആ വിളി അനുസരിച്ച് ഞാൻ ജീവിക്കുന്നുണ്ടോ? എല്ലാറ്റിലും ഉപരി ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഞാൻ തയ്യാറാണ്. പലപ്പോഴും നമ്മളൊക്കെ സെലക്റ്റീവായിട്ടാണ് ചിലപ്പോഴും ദൈവ സന്ദേശങ്ങൾ ഗ്രഹിക്കുന്നത്. കാരണം ചില സന്ദേശങ്ങൾ നമുക്കത്ര സുഖകരമായിരിക്കില്ല. ആമോസ് പറഞ്ഞ സന്ദേശം അമാസിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അസ്തിത്വത്തിന് ഒരുപക്ഷെ എതിരായിരുന്നു. നാളെ ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ചു. അത്ര സുഖകരമല്ലാത്തൊരു സന്ദേശം. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് നമ്മളെ സുഖിപ്പിക്കുന്ന, നമ്മളെ കുളിര് കോരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സന്ദേശങ്ങളല്ല. ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ എപ്പോഴും വ്യക്തമായിരിക്കും. ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ എപ്പോഴും നമുക്ക് സുഖം തരുന്നതായിരിക്കണമെന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ സന്ദേശം എന്തിനാണ് നമുക്ക് തരുന്നത്? ധ്യാന കേന്ദ്രത്തിലൊക്കെ വരുമ്പോഴും ആളുകൾക്ക് ഏറ്റവും താല്പര്യം ഒരു പക്ഷെ കുറേയൊക്കെ ഈ ഒരു മെസ്സേജ് എടുക്കാനാണ്. മെസ്സേജ് എടുക്കുന്ന കൗൺസിലേഴ്സ് ഉണ്ടോ, അവരുടെ അടുത്ത് പോയിട്ട്, അല്ലെങ്കിൽ അച്ഛന്മാരുടെ അടുത്ത് വന്നിട്ട് പറയും, അച്ഛാ കർത്താവ് എന്താ എന്നോട് പറയുന്നതെന്ന് മെസ്സേജ് എടുത്ത് പറഞ്ഞേ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരു താല്പര്യം, കർത്താവ് എന്നെ കുറിച്ച് എന്താ കരുതി വെച്ചിരിക്കുന്നത്, കർത്താവിന് എന്നോട് എന്താ പറയാനുള്ളത്. പ്രിയമുള്ളവരെ, എവിടെയും കർത്താവ് നമുക്ക് തരുന്ന സന്ദേശങ്ങളുടെ സാരാംശം, അതിൻ്റെ ഉദ്ദേശം ഇതാണ്: നമ്മുടെ മാനസാന്തരവും വിശുദ്ധീകരണവും. നമ്മുടെ മാനസാന്തരത്തിനും നമ്മുടെ വിശുദ്ധീകരണത്തിനും യോജിച്ച സന്ദേശങ്ങളാണ് എല്ലായിടത്തും ദൈവം നമുക്ക് തരുന്നത്. അതൊരു പക്ഷേ വരമായിട്ട് ലഭിച്ച ഒരു സന്ദേശം എടുക്കുവാനുള്ളൊരു കൃപയിലൂടെ ആയിരിക്കാം. ദൈവം നിങ്ങൾ ബൈബിൾ തുറക്കുമ്പോൾ ലഭിക്കുന്ന വചനത്തിലൂടെ ആയിരിക്കാം. ഒരുപക്ഷെ അച്ഛൻ പറയുന്ന പ്രസംഗത്തിലൂടെ ആവാം, നിങ്ങൾ കേൾക്കുന്ന ഒരു പ്രസംഗത്തിലൂടെ ആവാം. ദൈവം നിങ്ങൾക്ക് തരുന്ന സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതിനും നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ നന്മയാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, അമാസിയെ പോലെയാകാതെ ആമോസിനെ പോലെ. ആമോസ് പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു ഇസ്രായേൽ ചെന്ന് പ്രവചിക്കുക. എനിക്ക് ഇതിൻ്റെ പുറകെ പോകണ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രവാചകനുമല്ല, പ്രവാചക പുത്രനുമല്ല. സിക്കുമൂറ് മരം വെട്ടിയൊരുക്ക് വരുന്ന എൻ്റെ ജോലി. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ അനുസരിച്ചു. ദൈവതിരുസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ദൈവത്തെ അനുസരിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കട്ടെ. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പരിചിതമായൊരു സംഭവമാണ്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഇതിലും മനോഹരമായിട്ട് അതിന് വിവരിച്ചിട്ടുണ്ട്. മത്തായി ശ്ലീഹ കർത്താവിൻ്റെ വചനങ്ങൾക്കും കർത്താവിൻ്റെ പ്രവർത്തികൾക്കും കുറച്ചുകൂടി മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സംഭവത്തെ പറയുന്നത്. ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ കർത്താവിൻ്റെ മുൻപിൽ കൊണ്ടുവരിക. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്ന അവർ മേൽക്കൂര പൊളിച്ച് ശയ്യയോടെ അവനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഇറക്കിയെന്നാണ് പറയുന്നത്. വചനം വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് പിന്നീട് അവന് സൗഖ്യത്തിന് കാരണമായിട്ട് തരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം നമ്മൾ മൂടിക്കെട്ടി വയ്ക്കുവാനുള്ളതല്ല. നമ്മുടെ വിശ്വാസം പങ്കുവയ്ക്കുവാനും നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കുവാനുമുള്ളതാണ്. ഞാനും നിങ്ങളും നമ്മുടെ ജീവിതം നമ്മുടെ വിശ്വാസത്തിൽ ജീവിക്കുന്നത് കണ്ടിട്ട് മറ്റൊരാൾക്ക് ദൈവത്തിൻ്റെ കരസ്പർശം, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തെ അറിയാനും അനുഭവിക്കാനും സാധിക്കണം. ദൈവത്തെ അറിയാനും അനുഭവിക്കാനും സാധിക്കണം. അതുകൊണ്ടാണ് മത്തായി 15:16 കർത്താവ് പറയുന്നത്, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് അവർ സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവർക്ക് പ്രകാശമായിട്ട് ഭവിക്കട്ടെ. 1 പത്രോസ് 2:12 പറഞ്ഞതാ, നിങ്ങൾ ദുഷ്കർമ്മികൾ എന്ന് കരുതിയിരുന്ന വിജാതീയർ യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ സന്ദേശം സുവിശേഷം അറിയുന്നതിന് നിങ്ങളുടെ പെരുമാറ്റം അവർക്ക് സൽപ്രവൃത്തിക്ക് കാരണമാകട്ടെ, അവർക്ക് വെളിച്ചമായിട്ട് ഭവിക്കട്ടെ, അവരെ വിശ്വാസത്തിലേക്ക് നയിക്കട്ടെ എന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും വിശ്വാസം ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. വിശ്വാസം എന്നുള്ളത് ഭക്തി മാത്രമല്ല. വിശ്വാസം എന്നുള്ളത് എൻ്റെ ഹൃദയത്തിൽ ഞാൻ കരുതി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളോ ആശയങ്ങളോ ഒന്നുമില്ല. വിശ്വാസം എന്നുള്ളത് ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള ഒരു ബന്ധവും, കർത്താവിനെ ജീവിതത്തിൻ്റെ, ഇന്നലെ തോമസ് ലീഗ പറഞ്ഞതുപോലെ, ജീവിതത്തിൻ്റെ നാഥനും കർത്താവും രക്ഷകനുമായിട്ട് ഏറ്റുപറഞ്ഞ് ജീവിക്കില്ല. ഇപ്പം എൻ്റെ ജീവിതം കാണുന്നവർക്ക് മനസ്സിലാകണം, എൻ്റെ കർത്താവ് ക്രിസ്തുവാണ്, എൻ്റെ ദൈവം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനോട് ചേർന്നാണ് ഞാൻ ജീവിക്കുന്നത്. അതല്ലാതെ ഒരു നിലപാടോ അതല്ലാതെ ഒരു വിളിയോ എനിക്കില്ല. കർത്താവിനോട് ചേർന്ന് ഞാൻ ജീവിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ. അവർക്ക് വിശ്വാസമുണ്ട്, ആ കൂട്ടുകാർക്ക് വിശ്വാസമുണ്ട്, കർത്താവ് സുഖപ്പെടുത്തും. അതുകൊണ്ട് ആ തളർവാദ രോഗിയെ ശയ്യയോടെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇനി വീണ്ടും കർത്താവ് ആദ്യം പറയുന്ന കാര്യം ഇതാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിക്കും അവനെ സൗഖ്യപ്പെടുത്താൻ കൊണ്ടുവന്നിട്ട് കർത്താവ് എന്തിനാണ് പാപങ്ങൾ ക്ഷമിച്ചത്? കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഏതാണ് എളുപ്പം? ആ തളർവാദ രോഗിയോട് നിന്റെ രോഗം സുഖപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണോ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണോ? പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്, കാരണം അതാരും കാണുന്നില്ല. ഞാൻ അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചില്ലെന്ന് ആർക്ക് എങ്ങനെ മനസ്സിലാകും? കുമ്പസാരവുമായിട്ട് ബന്ധപ്പെടുത്തിയും സഭ നമ്മോട് പറയുന്നൊരു കാര്യം ഇതാണ്. കർത്താവ് അവിടെ പറയുന്നു, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതിൻ്റെ അടയാളമായിട്ട് ഞാൻ പറയുകയാണ്. അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കുകയും എടുത്ത് നടക്കുക. ഇവിടെ കർത്താവ് പ്രവർത്തിച്ച ഏറ്റവും വലിയ അത്ഭുതം തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയതല്ല, അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചതാണ്. ഇതേ അധികാരമാണ് ശിഷ്യന്മാർക്ക് കർത്താവ് കൈമാറ്റം ചെയ്ത് നൽകിയത്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സൗഖ്യപ്പെടേണ്ട ഏറ്റവും ആദ്യത്തെ മേഖല ആത്മാവിലാണ്. പാപത്തിൻ്റെ രോഗത്തിൽ നിന്നുള്ള സൗഖ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സൗഖ്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും അടിത്തറ എന്ന് നമ്മൾ മറക്കരുത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുക. ഇന്നത്തെ 2 സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു മനോഭാവമാണ് ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുക. അമാസിയാണെങ്കിലും കർത്താവ് പാപം ക്ഷമിച്ചപ്പോൾ അത് കണ്ട നിയമജ്ഞരാണെങ്കിലും ഹൃദയത്തിൽ തിന്മ നിരൂപിച്ചു. സുഭാഷിതം 6:16 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ നമുക്കറിയാം, ദൈവം വെറുക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഹൃദയത്തിൽ തിന്മ വിചാരിക്കുക. പ്ലോട്ടിങ് ഈവിൾ ഇൻ യുവർ ഹാർട്ട്. ഹൃദയ പരമാർത്ഥതയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് ഈശോ പറഞ്ഞത്. സ്നേഹമുള്ളവരെ, പരമാർത്ഥ ഹൃദയരായിട്ട് നമുക്ക് മാറാം. നമ്മുടെ മുൻപിൽ ഒത്തിരിയേറെ ആളുകൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒത്തിരിയേറെ ജീവിതങ്ങളെ നമ്മൾ കാണുന്നുണ്ട്, സ്വഭാവങ്ങളെ നമ്മൾ കാണുന്നുണ്ട്, സംഭവങ്ങളെ നമ്മൾ കാണുന്നുണ്ട്.
കുറേ പെരുമാറ്റങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോഴൊക്കെയും ചോദ്യം ഇതാണ്: നിന്റെ ഹൃദയത്തിലൂടെ നീ തിന്മ നിരൂപിക്കുകയാണോ, അതോ ചുറ്റുമുള്ള ഇടങ്ങളിൽ നന്മ കാണാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? നിനക്ക് നൽകപ്പെട്ട നിന്റെ ജീവിതം, നിന്റെ കൂട്ടുകെട്ടുകൾ, നിന്റെ ബന്ധങ്ങൾ, നിന്റെ കുടുംബങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെ വിളനിലമാക്കാൻ തക്കവണ്ണം നിന്റെ കണ്ണുകളിലൂടെ നന്മ കാണാൻ സാധിക്കുന്നുണ്ട്? അതെയോ എപ്പോഴും കുറ്റപ്പെടുത്തിയും വിമർശിച്ചും പരാതി പറഞ്ഞും പരിതപിച്ചും പരിഭവപ്പെട്ടും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയപ്പോഴും ഹൃദയത്തിൽ നീ തിന്മ നിരൂപിക്കുകയാണ്? പ്രിയമുള്ളവർ, നമ്മുടെ ഹൃദയങ്ങൾ പരമാർത്ഥതയുള്ള സ്നേഹമുള്ള ഹൃദയങ്ങളായിരിക്കട്ടെ. ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ.